അച്ചായൻ്റെ മാലാഖയാണ് കാണുന്നത്. കൊള്ളാം. ഒരു എന്താ പറയുക, ദത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം, ദത്ത് നിൽക്കുന്ന പുരുഷന്മാർക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഈ പടം. കാരണം എന്ന് പറഞ്ഞാൽ അതിലെടുത്ത് കാണിക്കുന്നുണ്ട് അമ്മായിമ്മ പോര്. അമ്മായിമ്മ സാധാരണ പെണ്ണിനോടാണ് പോര് കാണിക്കുക, ഇവിടെ ചെക്കനോടാണ് പോര് കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകം എടുത്ത് കാണിച്ചൊരു പടമാണ്. എല്ലാം പടം ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പടമാണ്. ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു സീരിയൽ ലുക്കായി മാറി. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് ഒരു സെക്കൻഡ് ഹാഫ്, അടിപൊളിയാണ്. സാധാരണ ധ്യാൻ ചെയ്യുന്നതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായിട്ട് നല്ലൊരു റോളാണ് കിട്ടിയതും. ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, പണ്ട് നമ്മൾ ഈ ധ്യാനിനെ വീക്ക്ലി സ്റ്റാർ, ഇപ്പോൾ ഈ ബോംബ് സ്റ്റാർ എന്നൊക്കെ പറയുമെങ്കിലും ഈ പടത്തിൽ പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ധ്യാൻ വന്നതിന് ശേഷമാണ് പടം കുറച്ചുകൂടെ ഒന്ന് വേറെ ലെവലിലേക്ക് മാറിയത്. അതുവരെ ഒരു പടം ഒരു സീരിയൽ വൈബായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടോട്ടലി നല്ല മൂവിയാണ്, കൊള്ളാം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ മുൻപ് ധ്യാൻ സിനിമകൾ നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ധ്യാൻ്റെ റോൾ സെലക്ഷൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോളുകൾ നന്നായിട്ടും വരുന്നുണ്ട്. ഇതുപോലുള്ള നല്ല റോളുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യണം. എങ്ങനെ ഇതിന് ഫുള്ളുള്ള വേഷമാണോ അല്ല എങ്ങനെ? അല്ല, ഇതിൽ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ധ്യാൻ വരുന്നത്. ധ്യാനൊരു വക്കീലാണ്, പക്ഷേ അത് നല്ലൊരു രസമായിട്ട് എന്തായിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. നല്ല ടോട്ടലി ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ധ്യാനൊരു വ്യത്യസ്ത കഥാപാത്രമാണ് കിട്ടിയെങ്കിലും അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എടുക്കുക. പിന്നെ പല സിനിമയിലും ഭാഗമായിട്ട് നായകനായിട്ട് എല്ലാ പടം പൊട്ടിക്കാതെ കുറച്ചുകൂടെ ഇങ്ങനത്തെ ഈ ലെവലിലും കൂടെ പോയാൽ ധ്യാൻ ഇനി നല്ല, ഇനി നാളെ ഉണ്ട് ധ്യാനിൻ്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി വിലയിരുത്താം. ഓക്കെ, കൊള്ളാം, എല്ലാം കൊണ്ടുവന്നതാണ്. ഓക്കെ.